ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു കമ്പോസിഷൻ കൊണ്ടുവരികയാണ്, ഇത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീം വരികയാണ്, അത് കുറച്ചിങ്ങനെ പെപ്പി ആയിട്ടുള്ള ഒരു സോങ് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ആരെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യും? അല്ല, പെപ്പിയാണെങ്കിൽ എനിക്ക് ഒന്നും ആലോചിക്കണ്ട, സായ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു വിരൽ തുമ്പിലുണ്ട്, അപ്പൊ പിന്നെ വേറെ ആലോചിക്കണ്ട. ഓക്കെ. അങ്ങനെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്, പാട്ട് കമ്പോസിങ് ചെയ്തിട്ടുണ്ട്. അത് സിനിമയും അങ്ങനെയൊന്നും അല്ല, കുറച്ച് കുട്ടിപ്പാട്ടുകൾ, കുട്ടികൾക്കുള്ള 4 വരി 8 വരി കവിതകൾ. അത് ശരി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ എഴുതിയതല്ല, ഈ ആരോ എഴുതി തലമുറകളോളം കൈമാറി വന്നത്. ഇപ്പൊ കാക്കേ കൂടി ഇവിടെ ആരും എഴുതിയത് അറിയില്ല. അപ്പൊ അത് അങ്ങനത്തെ സാധനങ്ങൾ എടുത്തിട്ട് പുതിയ അതിനൊരു ഈണം കൊടുത്തിട്ട് ഒരു ഓർക്കസ്ട്രേഷനും കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് പാടിയാലോ? നമ്മള് പണ്ട് പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു. അങ്ങനെ പലരോട് ഈ കുട്ടി ചത്ത് ചോദിക്കും. അവസാനം എല്ലാരും അവരവരുടെ പണിക്ക് പോകും. അപ്പൊ ഇവൻ പിന്നെ പള്ളിക്കൂടത്തിലേക്ക് പോകേണ്ടി വരും. അത് പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു, വണ്ടത്താനെ കളിയാടിടാൻ വരുമോ നീ, പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു. പറഞ്ഞപ്പോഴേ ഓർമ്മ വരണേ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, നല്ല വലിയ വലിയ പ്രഗത്ഭരായവരുടെ കൂടെ വേദി പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലെന്നും ഓർത്ത് വെക്കുന്ന ഒരു മുഹൂർത്തം ഉണ്ടാവുമല്ലോ, അതേതാ? ദാസാറിൻ്റെ കൂടെ പാടിയത് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, കാരണം അതെവിടെയായിരുന്നു? തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ വെച്ചിട്ടായിരുന്നു. സാറിൻ്റെ കുറേ നാളുകൾക്ക് ശേഷം സാറിൻ്റെ ഫുൾ ഗാനമേളയായിരുന്നു അത്. ഇത് വേറെ സിംഗറില്ല, സാറും ഒരു ഫീമെയിൽ സിംഗറായിട്ട് ഞാനും വേറെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു 10-26 പാട്ട് സാറ് ഒറ്റ നിൽപ്പിന് പാടുകയാണ്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഡ്യുവറ്റ് പാടാൻ വേണ്ടി കയറും. അപ്പം ഞാൻ സാറിൻ്റെ കൂടെ എനിക്ക് അകലെ അകലെ നീലാകാശം, അതുപോലെ ജബ്ദീപ് ജലെ, പിന്നെ ഇത് കുങ്കുമപ്പൂവുകൾ പൂത്തു നിന്റെ, അങ്ങനത്തെ കുറേ പാട്ടുകൾ സാറിൻ്റെ കൂടെ, ഏഴിലം പാല പൂത്തു, അതൊക്കെ സാറിൻ്റെ അടുത്തുനിന്ന് പാടാൻ പറ്റി. ആ ഒരു സാറ് പാടുമ്പോൾ ഇങ്ങനെ ഒരു വെളിച്ചം വന്ന് നമ്മളിങ്ങനെ അടിക്കും. അതാ പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് സാറിൻ്റെ കൂടെ വീണ്ടും വേദികളിൽ ഒരുപാട് വേദികളിൽ വന്നു. പക്ഷെ ആദ്യം അന്ന് സെനറ്റ് ഹാളിൽ പാടിയത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. പിന്നെ SPB സാറിൻ്റെ കൂടെ പാടുന്നത്, സാറിങ്ങനെ ഭയങ്കരമായിട്ട് കൂടെ പാടുന്ന ആളെ ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്യും, നമ്മുടെ ടെൻഷനെ അങ്ങോട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് സാറിൻ്റെ കൂടെ പാടുന്നതും ഭയങ്കര ഒരു റോൾ മോഡൽ ഉണ്ടോ? ഒരു ആളെന്നുള്ളതല്ല, ഞാൻ അങ്ങനെ ഒരു റോൾ മോഡലിൽ വിശ്വസിക്കുന്ന ആളല്ല. കുറേ പേരിലുള്ള നല്ല ക്വാളിറ്റീസ് അഡാപ്റ്റ് ചെയ്യുക. എല്ലാവരും മനുഷ്യരാണ്, അപ്പം ആരും തികഞ്ഞ ആൾക്കാരല്ല. അപ്പം അങ്ങനെ ഒരു റോൾ മോഡൽ അങ്ങനെ ഒരു ഇതല്ല എല്ലാവരിലും. ഇപ്പം ഞാൻ ചിത്ര ചേച്ചി, സുജാ ചേച്ചിയായിട്ട് വളരെ എൻ്റെ ഒരു വർക്ക് ഇറങ്ങിയാലും ഞാൻ ആദ്യം അവർക്ക് അയക്കും, അവരുടെ ഒരു അനുഗ്രഹം മേടിക്കാണ്. അപ്പം അവരെ ഞങ്ങളെപ്പോലുള്ളവരെ പ്രൊമോട്ട് ചെയ്യണ ആ ഒരു അത് അവരുടെ ഇപ്പോൾ ചിത്ര ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചിയുടെ നമ്മൾ പകർത്താനുള്ളത്. അപ്പം അങ്ങനെ സുജാ ചേച്ചി, അത് ചിലപ്പോൾ ചെറിയ ആൾക്കാരെ കാണുകയാണെങ്കിലും എനിക്ക് അവരുടെ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കണം എന്ന് തോന്നി. എനിക്ക് അതിശയം തോന്നിയത് പിന്നെ ഈ പറഞ്ഞ പോലെ ചിത്ര ചേച്ചി, സുജാ ചേച്ചിയൊക്കെ ഇപ്പം എൻ്റെ ഒരു കവർ സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പഴയ ഒരു എന്താണ് എഴുപുന്നത്തരകൻ എന്ന് പറഞ്ഞ സിനിമയിലെ മേലെ വിണ്ണിൻ മുറ്റത്തരകൻ. അപ്പോൾ അത് ഞാൻ ചിത്ര ചേച്ചിക്കും സുജാ ചേച്ചിക്കും ഞാൻ അയച്ചു കൊടുക്കുകയും അവർ രണ്ടുപേരും അത് എന്നെ ഭയങ്കരമായിട്ടത് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ചേച്ചി ഇവരുടെ രണ്ടുപേരുടെയും വാക്കുകളുണ്ട്. അവരാരോട് ചോദിക്കാതെ അത് അവരുടെ പേജിൽ അപ്പം തന്നെ എടുത്ത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും.
അപ്പോൾ യൂഷ്വലി നമ്മൾ അങ്ങനെ വലിയ ആൾക്കാരുടെ നമ്മൾ അവരോട് ചോദിക്കണം, അവർ ഞാൻ അവരുടെ ഒരു വാക്ക് തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. അതിലപ്പുറമാണ് ഇങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ അപ്പം ആലോചിച്ചു, അയ്യോ എന്തൊരു മനസ്സാണ് അവരുടെ. നല്ല ചെറിയ ചെറിയ ആൾക്കാർ വരട്ടെ, അവരെത്രയും അവർ പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഞാനും വിചാരിച്ചു എപ്പോഴും നമ്മളും അതൊക്കെ കണ്ട് പഠിക്കണം. ഒരുപാട് കഴിവുള്ള ആൾക്കാർ, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അത് പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തു.